ഈ ലോകത്തിൽ മലയാളി ഇല്ലാത്ത ഒരു സ്ഥലം വേറെ എവിടെയുമില്ല. പക്ഷെ ആ സ്ഥലങ്ങളിലൊക്കെ സഹനശക്തിയോടുകൂടി എല്ലാം ത്യജിച്ചുകൊണ്ട് ജീവൻ പോലും അപകടത്തിലാവും എന്ന് തോന്നുമ്പോഴും, എല്ലാ നിമിഷവും ജീവൻ അപകടത്തിലാവുമെന്ന് തോന്നുമ്പോഴും, എൻ്റെ ജീവിതം ഒന്നുമല്ലാത്ത ഒരു തലത്തിൽ ഇത്രയും സുഖസുന്ദരമായിട്ടും സന്തോഷകരമായിട്ടും വസ്ത്രമുണ്ട്, ധരിക്കാൻ സാധിക്കുന്നില്ല, വെള്ളമുണ്ട്, കുടിക്കാൻ സാധിക്കുന്നില്ല, ഭക്ഷണമുണ്ട്, വിശപ്പടക്കാനും മറ്റുള്ള സന്ദർഭം കഴിയുന്നില്ല എന്ന അവസ്ഥയിൽ എത്ര പേർ ജീവിക്കും? അവിടെയാണ് പോയിന്റ്. എല്ലാവരും പറയും നമുക്കൊക്കെ സഹനശക്തി ഉണ്ട്, അതെല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ ത്യജിച്ചുകൊണ്ട് എത്ര പേര് നിൽക്കും? അത് ഏറ്റവും വലിയ പ്രാധാന്യമാണ്. അവിടെ ആ നിൽക്കുന്നത്, അവിടെ ഒരു സോൾജേഴ്സ് മാത്രമേ നിൽക്കൂ. ആ സോൾജേഴ്സിനെയാണ് ഇത്രയും വലിയൊരു കമാൻഡോ ഫോഴ്സിലേക്ക് ഇത്തരം കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ട്രെയിൻ ചെയ്തിട്ടെടുക്കുന്നത്. കാരണം വെള്ളം കുടിക്കാൻ തരും, 1 ലിറ്റർ വെള്ളം ഒരു ദിവസം, അങ്ങനെ പല കാര്യങ്ങളും ചെയ്തിട്ട് എല്ലാ തരത്തിലുള്ള ഹറാസ്മെൻറ്റുകളും നമ്മുടെ ഏതൊരു പ്രതിസന്ധിയെ അഭിമുഖീകരിക്കാനുള്ള ഒരു കപ്പാബിലിറ്റി നമ്മളിൽ ഇടയിലേക്ക് ഉണ്ടാക്കി തരികയാണ്. ഞാൻ എന്താണെന്നും ഞാൻ ചെയ്യേണ്ട കർത്തവ്യം എന്താണെന്നും എങ്ങനെയാണ് സമൂഹത്തിൽ ജീവിക്കേണ്ടതെന്നും, ഏതൊരു അവസ്ഥയിലും വെറും വെള്ളം കുടിച്ച് മാത്രം ജീവിച്ചാലും പ്രശ്നമില്ല, ഭക്ഷണം ഇല്ലാതെയും ജീവിക്കാൻ പറ്റുന്നു, ഭക്ഷണം ഉണ്ടെങ്കിൽ തന്നെ അതിൽ ലിമിറ്റായിട്ട് ഒരു നേരം മാത്രം കഴിക്കാൻ പറ്റുന്നു, എല്ലാ ജീവിത ശൈലിയെ മാറ്റിമറിച്ചുകൊണ്ടുള്ള ഏതൊരു പ്രതിസന്ധിയെയും 72 മണിക്കൂറല്ല, ഒരു 5-6 ദിവസം വേണ്ടെങ്കിലും എല്ലാം ത്യജിച്ചുകൊണ്ട് ഭക്ഷണം പോലുമില്ലാതെ ത്യാഗം സഹിച്ചുകൊണ്ട് ജീവിക്കാൻ പഠിപ്പിക്കുന്ന, അല്ലെങ്കിൽ എൻ്റെ ഉത്തരവാദിത്വം നിറവേറ്റാൻ പഠിപ്പിക്കുന്ന ഒരു ഫോഴ്സാണ് കമാൻഡോ ഫോഴ്സ്. അപ്പോൾ അത് പഠിക്കുക എന്നത് ഒരു ത്രില്ലാണത്. അത് എല്ലാവരും അങ്ങനെ പഠിച്ചുകൊണ്ട് എല്ലാവരും ആവണമെന്നില്ല. പക്ഷെ അത് പഠിച്ച് അത് പ്രാബല്യത്തിലാക്കുക, അല്ലെങ്കിൽ പ്രായോഗികമായിട്ട് നമ്മളൊരു കർത്തവ്യത്തിൽ ഏറ്റെടുക്കുമ്പോൾ അത് ചെയ്യുക എന്നത് നമ്മളെല്ലാ കമാൻഡോസും നിറവേറ്റുന്നുണ്ട്. ഇന്ത്യയിലുള്ള എല്ലാ സൈനികരും